പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന 26 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. DBT സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 8 ലക്ഷത്തോളം വരുന്ന NSIP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം 200 മുതൽ 500 രൂപ വരെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിത വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ കൂടി പുറത്തുവന്നിരിക്കുകയാണ്. സംസ്ഥാന വിഹിതങ്ങളുടെ വിതരണം പൂർത്തിയായതിനു ശേഷം കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. പഴയ സർക്കാർ കേന്ദ്രവിഹിത വിതരണത്തിലേക്കായുള്ള മുൻകൂർ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കാറായിരുന്നു പതിവ്. നിലവിലുള്ള ധനവകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം 1070 കോടി രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്രവിഹിത വിതരണത്തിനുള്ള തുക എത്രയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിത വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ ഇതോടൊപ്പം തന്നെ വിതരണം തൊട്ടടുത്ത ദിവസം മുതൽ ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. 24.47 ലക്ഷത്തോളം വരുന്ന കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ഈ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക്, വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർ എന്നിവർക്കാണ് നിലവിൽ തുക മുടങ്ങിയിട്ടുള്ളത്. പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് വെള്ളിയാഴ്ച മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം, ക്രമീകരണം, മാനദണ്ഡം എന്നിവയെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടില്ല. ഇവർക്കുള്ള വിതരണവും ഇന്നലെ മുതൽ സജീവമാക്കിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച 1800 കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ സംവിധാനം വഴി നടത്തിയിരിക്കുകയാണ്. ഈ തുക കൂടി എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് ഇന്നലെ മുതൽ വിതരണം സജീവമാക്കിയത്. പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും ഗുണഭോക്താക്കളുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പെൻഷൻ തുക വൈകുന്നതിന് കാരണമായിരിക്കുന്നത്. അതുമാത്രവുമല്ല, സേവനയുടെ വെബ്സൈറ്റിൽ നിന്ന് ഗുണഭോക്താക്കളുടെ എണ്ണവും ലിസ്റ്റുമൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെ ക്രമീകരിച്ച് വേണം പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കാൻ. DBT സംവിധാനം ആയതുകൊണ്ട് തന്നെ പെൻഷൻ തുക വിതരണം ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേന്ദ്രവിഹിതം കേന്ദ്രം അനുവദിക്കാറില്ല. കേന്ദ്രവിഹിതം കൂടി സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ള നിലപാടിലാണ് കേന്ദ്രം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് എല്ലാ മാസവും സംസ്ഥാന സർക്കാർ തുക അനുവദിക്കാറുള്ളത്. 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം രണ്ടാം ഘട്ടമായി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം കൂടി ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ മാസത്തിലെ കുടിശ്ശിക കൂടി ചേർത്ത് 2 ഗഡുക്കളായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമായ ഈ പദ്ധതി അത് തടസ്സമില്ലാതെ വരും ദിവസങ്ങളിലും തുടരുന്നതാണ്. നിലവിൽ 16 ലക്ഷത്തിലധികം ആളുകളാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ളവർ. ഭാവിയിൽ 30 ലക്ഷത്തിലധികം ആളുകളിലേക്ക് ഈ പദ്ധതി എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനക്ഷേമപരമായ ഇത്തരം പദ്ധതികൾ പുതിയ സർക്കാരും തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു തടസ്സവും കൂടാതെ സ്ത്രീ ഗുണഭോക്താക്കളിലേക്ക് ഈ പെൻഷൻ തുകയും എത്തിച്ചേരും. ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം BPL വിഭാഗത്തിൽപ്പെടുന്ന 35-നും 60-നും ഇടയിൽ പ്രായം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും APL വിഭാഗത്തിൽ ഉള്ളവർക്ക് കൂടി ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുക്കുന്നതിനെക്കുറിച്ചുമുള്ള
സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. വരുന്ന ആഴ്ചയോടുകൂടി സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ മുടങ്ങിയ ഗഡുവിന്റെ വിതരണമടക്കം ആരംഭിക്കുന്നതാണ്. 2 മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനത്തിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിലും ഗുണഭോക്താക്കൾക്ക് 4000 രൂപ വരെയാണ് പരമാവധി ഈ മാസം എത്തിച്ചേരുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ ഉദ്യോഗസ്ഥർ നൽകുന്ന മുറയ്ക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. നിലവിൽ 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്കിലുള്ള ആശങ്കയാണ് ആദ്യം പരാമർശിച്ചത്. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തുമെന്നും ഭരണ സംവിധാനത്തിന് സുതാര്യതയും വേഗവും ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിയാത്മകവും കാര്യക്ഷമതയും ഉറപ്പാക്കും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രമിറക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകും. സേവന മേഖലയിൽ നിന്ന് പിന്മാറില്ല. കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിക്കും. ന്യായവും അർഹവുമായ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. ഇതിലെ പ്രധാന ഗ്യാരണ്ടിയായ വയോജന വകുപ്പ് സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയ തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിച്ച് ബൃഹത് പദ്ധതി നടപ്പാക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും. വനിതാ കർഷകരുടെ കൺസോർഷ്യം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും. മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരും. സുഗന്ധവ്യഞ്ജന പാർക്കുകളും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയും നടപ്പാക്കുമെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. തിയേറ്റർ മേഖലകൾക്ക് പ്രോത്സാഹനം നൽകും. രാജ്യാന്തര ചലച്ചിത്രമേള മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ആസ്ഥാനങ്ങളാക്കും. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റ് അനുവദിക്കുമെന്നും ഗവർണറുടെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സൗജന്യ KSRTC യാത്രയ്ക്ക് പുറമെ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന സർക്കാർ നയങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവ അവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതു വിശ്രമമുറികൾ ഒരുക്കും. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമ മുറികൾ ഒരുക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവ അവധിയും പ്രത്യേക ആനുകൂല്യങ്ങളും നൽകും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന നെഹ്റുവിന്റെ വാക്കുകളിൽ തുടങ്ങി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന വാക്കുകളോടെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതു ധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്താൻ ധവളപത്രം പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും പരിഗണനയും ലഭിക്കുമെന്ന പ്രതീക്ഷയും സർക്കാർ പങ്കുവയ്ക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും KSRTC സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഉടനീളമുള്ള KSRTC ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സ്ഥിരമായ അവകാശമാക്കുമെന്നാണ് പ്രസംഗത്തിൽ പറയുന്നത്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും എന്നീ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ ആവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ സംയോജിത
തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. സഹകരണ വകുപ്പിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിജിലൻസ് സംവിധാനം ഊർജിതമാക്കി പ്രവർത്തനങ്ങൾ അഴിമതി രഹിതമാക്കും. തട്ടിപ്പ് നടന്ന സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം തിരികെ നൽകാൻ നടപടിയെടുക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. മറ്റൊരറിയിപ്പ്, ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം നൽകിയ വകയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് 419 കോടി രൂപ ദേശീയ സാമൂഹിക സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നീ വിഭാഗങ്ങളിലെ കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത്. 60 മുതൽ 79 വയസ്സ് വരെയുള്ള വയോജനങ്ങൾക്ക് 200 രൂപയും വിധവ അംഗപരിമിത പെൻഷൻ വാങ്ങുന്നവർക്ക് 300 രൂപയും 80 മുകളിൽ പ്രായമുള്ളവർക്ക് 500 രൂപയും കേന്ദ്രവിഹിതമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ ഇതുകൂടി ചേർത്താണ് ഗുണഭോക്താക്കൾക്ക് 2000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നത്. കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ തന്നെയാണ് ആദ്യം നൽകുന്നത്. പിന്നീട് സംസ്ഥാനം നൽകിയ തുക കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതാണ് പതിവ്. എല്ലാ വർഷവും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് കേന്ദ്രവിഹിതം സംസ്ഥാനത്തിന് കൈമാറുന്നത്. എന്നാൽ കഴിഞ്ഞ 3 സാമ്പത്തിക വർഷവും കേന്ദ്രവിഹിതം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ഈ വകയിൽ 2023-24 സാമ്പത്തിക വർഷം 153 കോടി രൂപയും 2024-25 34 കോടിയും 2025-26 230 കോടിയുമാണ് സംസ്ഥാനത്തിന് കിട്ടാനുള്ളത്. ഒക്ടോബറിലാണ് അടുത്ത ഗഡു ലഭിക്കേണ്ടത്. സാമ്പത്തിക വർഷാവസാനം എല്ലാ സംസ്ഥാനങ്ങളും ഒരേ സമയത്താണ് കണക്ക് വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ഇതെല്ലാം പരിശോധിക്കാൻ കാലതാമസമെടുക്കുന്നത് കൊണ്ടാണ് കേന്ദ്ര ഫണ്ട് മുഴുവനും ഒന്നിച്ച് ലഭിക്കാത്തതെന്നാണ് പെൻഷൻ വിഭാഗം അധികൃതർ പറയുന്നത്. അതേസമയം പെൻഷനിലെ കേന്ദ്രവിഹിതത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാത്തതും ഫണ്ട് തടസ്സപ്പെടാൻ കാരണമായി കേന്ദ്ര സർക്കാർ അധികൃതർ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ ഗുണഭോക്താക്കളിൽ 3,68,358 പേർ വിധവാ പെൻഷനിലും 19,285 പേർ വികലാംഗ പെൻഷനിലും കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നുണ്ട്. 4,58,813 പേർ വാർദ്ധക്യകാല പെൻഷനിലും ഇത് വാങ്ങുന്നു. ആകെ 8,46,456 പേരാണ് സംസ്ഥാനത്തെ NSIP ഗുണഭോക്താക്കൾ. മറ്റൊരറിയിപ്പ്, KSRTC പെൻഷൻകാർ ദുരിതത്തിൽ. 4 ജില്ലകളിൽ വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ ലഭിച്ചില്ലെന്നാണ് പരാതി. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ വിരമിച്ച ജീവനക്കാരുടെ പെൻഷനുകളാണ് മുടങ്ങിയത്. പെൻഷൻകാരുടെ 25% തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇവരുടെ മെയ് മാസത്തെ പെൻഷനാണ് മുടങ്ങിയത്. ഇതോടെ ഏകദേശം 25,000 പെൻഷൻകാർ ദുരിതത്തിലായി. ബാക്കി 10 ജില്ലകളിലെ പെൻഷൻ മെയ് ആദ്യവാരം തന്നെ വിതരണം ചെയ്തിരുന്നു. സഹകരണ കൺസോർഷ്യത്തിൽ നിന്ന് പണം അനുവദിക്കാതെ ആയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത് എന്ന്. പണം ലഭിക്കും എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത ലഭ്യമായിട്ടില്ല. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്തെ ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നഗരസഭകളിലെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സംരംഭ വികസന പദ്ധതി രൂപീകരിക്കും. ലോകബാങ്ക് ധനസഹായത്തോടെ നടപ്പാക്കുന്ന കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിലവിലെ വരുമാന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. ഹരിതകർമ്മസേന കൺസോർഷ്യങ്ങളുടെ നേതൃത്വത്തിൽ ചെറുകിട സംരംഭക യൂണിറ്റുകൾ രൂപീകരിക്കും. ഇതോടെ പ്ലാസ്റ്റിക് ശേഖരണം, തരംതിരിക്കൽ, റീസൈക്ലിംഗ്, അനുബന്ധ പ്രവർത്തനങ്ങൾ, ക്ലീനിംഗ് യൂണിറ്റുകൾ, ജൈവവള നിർമ്മാണം, പുനരുപയോഗ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഹോം കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ എന്നിവ പോലുള്ള മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. ഇത്തരം യൂണിറ്റുകൾക്ക് രജിസ്ട്രേഷൻ നേടാനും ബാങ്ക് വായ്പകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കാനും സൗകര്യമൊരുക്കും. ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ മൂലധനം, ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സഹായം, 6 മാസം വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പരിശീലനവും സാങ്കേതിക പിന്തുണയും നൽകിവരും. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ താൽപ്പര്യവും പ്രാദേശിക ആവശ്യങ്ങളും വിലയിരുത്തി അനുയോജ്യമായ ബിസിനസ് മോഡലുകൾ നഗരസഭകൾക്ക് തിരഞ്ഞെടുക്കാം. സംരംഭങ്ങളുടെ തുടർ നിരീക്ഷണവും നഗരസഭകൾക്ക് ചുമതലയായിരിക്കും. പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്താൻ നഗരസഭ തലത്തിൽ ജോയിന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. സംരംഭങ്ങൾ വിജയകരമാക്കുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ബിസിനസ് മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, ഉൽപ്പന്ന വികസനം
തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക പരിശീലനം നൽകും. ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി കുടുംബശ്രീ, ഹരിത കേരളം മിഷൻ തുടങ്ങിയ ഏജൻസികളുടെ സഹകരണവും ഉറപ്പാക്കും. നിലവിൽ യൂസർ ഫീസ് ശേഖരണത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സ്ഥിരമായുള്ള അധിക വരുമാന മാർഗം സൃഷ്ടിക്കുകയാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നഗരമാലിന്യ സംസ്കരണ സംവിധാനവും കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരു അറിയിപ്പ്, പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ സർവീസ് പരിധി ഉയർത്തി നൽകി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സർക്കാർ. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പെൻഷന് അർഹതയുണ്ടായിരുന്നു. ഇത് 4 വർഷമായി ഉയർത്തി. 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതി എന്നാണ് പുതിയ തീരുമാനം. ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഇത് ബാധിക്കും. പുതിയ നിബന്ധനകൾ മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തില്ല. അതിനാൽ നിലവിൽ 4 വർഷത്തിൽ കുറവുള്ള സർവീസിന് പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് തുടർന്നും ലഭിക്കും. പുതിയ സർക്കാരിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രമായിരിക്കും പുതിയ നിബന്ധന ബാധകം. 2 വർഷം കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിച്ച് 2 കൂട്ടരെയും പെൻഷന് അർഹരാക്കുന്ന രീതിയായി തുടർന്നിരുന്നത്. കേരളത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കുന്നത്. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് 15 പേരെ മാത്രമേ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ സാധിക്കൂ. തമിഴ്നാട്ടിൽ ഒരാളെ മാത്രം സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാം. ബാക്കിയുള്ളവർ സർക്കാർ സർവീസിൽ ഉള്ളവരായിരിക്കണം. 1994 കെ കരുണാകരൻ സർക്കാരാണ് മന്ത്രിമാരുടെ സ്റ്റാഫിന് പെൻഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതിനെതിരെ സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചെങ്കിലും ആ രീതി അവസാനിപ്പിക്കാൻ മുൻ സർക്കാരുകളൊന്നും തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ മുൻ ഗവർണർ ഹാരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായി രംഗത്ത് വരികയും വിഷയം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം സംസ്ഥാനത്തെ ആശാവർക്കർമാർക്കും സാധാരണക്കാരായ തൊഴിലാളികൾക്കും വലിയ ആശ്വാസമേകുന്ന പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരഞ്ഞെടുപ്പ് കാലത്ത് ആശാവർക്കർമാർക്ക് നൽകിയ വാക്ക് പാലിക്കുകയാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി അവരുടെ ഓണറേറിയത്തിൽ 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചു. ഇതോടെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 9000 രൂപ 12000 രൂപയായി ഉയരും. കൂടാതെ ആശാവർക്കർമാരുടെ വിരമിക്കൽ ബെനിഫിറ്റിലും മാറ്റം വരുത്തുമെന്ന് ആദ്യ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണ്ടെങ്കിലും ഇത് ആദ്യഘട്ടം മാത്രമാണെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് അനുസരിച്ച് തുക വീണ്ടും വർദ്ധിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. നേരത്തെ ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തിയ സമരവേദിയിൽ UDF അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് വി.ഡി. സതീശൻ ഉറപ്പു നൽകിയിരുന്നു. ആശാവർക്കർമാർക്ക് പുറമെ മറ്റ് താൽക്കാലിക വേതന തൊഴിലാളികൾക്കും ആദ്യഘട്ടമെന്ന നിലയിൽ വേതന വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ തുകയല്ലെന്ന് അറിയാമെന്നും എന്നാൽ സർക്കാരിന്റെ കരുതലിന്റെ ഭാഗമാണ് ഇതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അംഗനവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും 1000 രൂപ വീതം വർദ്ധിപ്പിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി അനുസരിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള പണം ഖജനാവിൽ ഉണ്ടെന്ന് KN ബാലഗോപാൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളം അങ്ങേയറ്റം അധോഗതിയിലാണെന്ന വിമർശനം തീർത്തും അപ്രസക്തമാണെന്നും ബാലഗോപാൽ അറിയിച്ചു. കേരള ധനസ്ഥിതിയിൽ ആകെ തകർന്നുപോയെന്ന് വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ UDF പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇന്നത്തെ കേരളത്തിന്റെ ധനസ്ഥിതി അനുസരിച്ച് നടത്താൻ സാധിക്കും. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നിലയിൽ 5 ഇനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ധനസ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധനകാര്യ വിഷയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ആളാണ് വി.ഡി. സതീശൻ. CAG റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചമാണെന്നും ഈ ഗ്യാരണ്ടികൾ നടപ്പാക്കാനുള്ള പണം കേരളത്തിന്റെ ഖജനാവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്ര സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു. ഗതാഗത സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടം 112 കോടി. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനാണ് UDF സർക്കാർ ആദ്യം ചേർന്ന
മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ഇത് KSRTCയെ നഷ്ടത്തിലാക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ KSRTC ഓടുന്നത് തന്നെ സർക്കാർ സഹായത്തിലാണ്. എല്ലാ മാസവും ശമ്പള വിതരണത്തിന് 50 കോടിയും പെൻഷൻ വിതരണത്തിന് 75 കോടിയും ഉൾപ്പെടെ 125 കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട്. സ്ത്രീ സൗജന്യ യാത്ര നടപ്പിലാക്കണമെങ്കിൽ ഇതിനൊപ്പം 150 കോടി രൂപ കൂടി പ്രതിമാസം സർക്കാർ അനുവദിക്കേണ്ടതായി വരും. ഇത്രയും വലിയ തുക എല്ലാ മാസവും സർക്കാരിന് കൊടുക്കാനാകുമോ എന്നത് ചോദ്യചിഹ്നമാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ആശങ്ക ശമ്പളം മുടങ്ങുമോ എന്നതിലാണ്. ഹരിയാന, ആന്ധ്ര, തെലങ്കാന RTC മാതൃകയിൽ KSRTCയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവനക്കാരെ പെൻഷൻകാരെയും സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കുടുംബ വരുമാനം കണ്ടെത്താൻ കേന്ദ്ര സർവേ. രാജ്യത്ത് ആദ്യമായി ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം കണ്ടെത്താൻ സർവേയുമായി കേന്ദ്ര മന്ത്രാലയം. സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ദേശീയ കുടുംബ വരുമാന സർവേ നടത്തുന്നത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കോഴിക്കോട് റീജിയണൽ ഓഫീസുകൾക്ക് കീഴിലായി നഗര ഗ്രാമപ്രദേശങ്ങളെ മേഖലകളാക്കി തിരിച്ച് സാമ്പിൾ ശേഖരിക്കും. കൊല്ലം ഓഫീസ് പരിധിയിലുള്ള കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി 52 ഗ്രാമപ്രദേശങ്ങളിലും 64 നഗരപ്രദേശങ്ങളിലും സർവേ 10% പൂർത്തിയായി. 75 വർഷത്തിനിടയിലെ രാജ്യത്തെ ഗാർഹിക വരുമാന വിതരണം, ഘടനാപരമായ സാമ്പത്തിക മാറ്റങ്ങൾ എന്നിവ സർവേയിലൂടെ കണ്ടെത്തും. രാജ്യത്ത് സമഗ്രമായ കുടുംബ വരുമാന സർവേ ഇതുവരെ നടത്തിയിട്ടില്ലെങ്കിലും 1950കളിലെ ഉപഭോക്തൃ ചിലവ് സർവേകളിൽ പരീക്ഷണാർത്ഥമായി വരുമാന വിവരം ശേഖരിക്കാനുള്ള നടപടികൾ നടന്നിരുന്നു. എന്നാൽ ഡാറ്റ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഫലങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടില്ല. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കൃത്യമായി തിരിച്ചറിയാനും നയനിർണയങ്ങൾക്ക് അടിസ്ഥാനമായ വിശ്വസനീയമായ വിവരങ്ങൾ ശേഖരിക്കാനും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കാനാണ് ഇപ്പോഴത്തെ സർവേ ലക്ഷ്യമിടുന്നത്. വരുമാനത്തിന് പുറമെ തൊഴിൽ, വിദ്യാഭ്യാസം, മറ്റ് ചിലവുകൾ തുടങ്ങിയ വിവരങ്ങളും ശേഖരിക്കും. വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച രീതികൾ വിവരശേഖരണത്തിനായി സർവേ സംഘം ഉപയോഗിക്കുന്നുണ്ട്. പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച വിവരശേഖരണം 2027 മാർച്ചോടെ പൂർത്തിയാക്കുമെന്ന് NSO കേരള സൗത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ EM വിബീഷ് അറിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തിന് പിന്നാലെ കേന്ദ്ര സഹായം കൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണത്തിന് മുന്നോടിയായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇന്നു മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ID ജനറേറ്റ് ചെയ്തു തുടങ്ങാം. കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ വീതം വാങ്ങുന്നവർ, കാർഷിക ലോണുകൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവരും അപേക്ഷ വയ്ക്കാൻ പോകുന്ന ആളുകൾക്കും, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഗാർഹിക സ്കീമുകളിൽ ഗോൾഡ് ലോൺ എടുക്കുന്നവർ, ജൈവരാസവളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സബ്സിഡിയിൽ വാങ്ങുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഈയൊരു നിയമം ബാധകമാണ്. കൃഷിഭൂമിയുള്ള മുഴുവൻ ആളുകളും ഇതിൻ്റെ ID എടുത്തിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടതാണ്. കർഷകർക്ക് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ അവസാന തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇന്നു മുതൽ തന്നെ കർഷക ID ജനറേറ്റ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. വേരിഫിക്കേഷൻ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പിന്നീട് ഒരു കർഷക ID കാർഡ് കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, കൃഷിഭൂമി സംബന്ധിക്കുന്ന രേഖകൾ, അതായത് കരമടച്ച രസീതിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നീ രേഖകളുമായി CSC സെൻ്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തുക. അടുത്ത ഗഡു വിതരണം ഉടൻ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഒരുപക്ഷേ തുക മുടങ്ങിയേക്കാം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങളാണ് പുറത്തുവരിക. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവരുടെ പാചകവാതക സബ്സിഡി ഉടൻ പിൻവലിച്ചേക്കും. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച സന്ദേശം അയച്ചു തുടങ്ങി. ആദായ നികുതി വിവരങ്ങൾ പരിശോധിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ഉപഭോക്താവിനോ കുടുംബാംഗത്തിനോ 10 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക നികുതി വരുമാനം ഉണ്ടെങ്കിൽ സബ്സിഡി ലഭിക്കില്ല. ആദായ നികുതി വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ചാണ് വരുമാനം കണക്കാക്കുന്നത്. സമീപകാലത്ത് നടന്ന KYC പുതുക്കൽ നടപടികൾക്ക് ശേഷമാണ് പരിശോധന ശക്തമാക്കിയത്. ആദായ നികുതി പരിധിക്ക് പുറത്തുള്ളവർക്കും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചവർക്കും ഓരോ സിലിണ്ടറിനും 24.50 എന്ന നിരക്കിലാണ് നിലവിൽ സബ്സിഡി നൽകുന്നത്.
വരുമാന പരിധി സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കുന്നവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ 7 ദിവസത്തിനകം പരാതിപ്പെടാവുന്നതാണ്. സബ്സിഡി നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. എത്ര പേർ സബ്സിഡി സ്വമേധയാ ഉപേക്ഷിച്ചു എന്നതിനെക്കുറിച്ചോ നിലവിൽ എത്ര പേർക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചോ ഉള്ള കണക്കുകൾ ലഭ്യമല്ല. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.